രണ്ട് സൈഡ് പിടിച്ചോളേ, രണ്ട് സൈഡ്. ഫ്രണ്ടിൽ പോയി. പോട്ടെ പോട്ടെ പോട്ടെ. കാല് നോക്കി വയ്ക്കാൻ പറ്റത്തില്ല, താങ്ങാം. അതാ ചോദിക്കുന്നത്. നമസ്കാരം. രാവെന്നോ പകലെന്നോ നോക്കാതെ വിശ്രമം പോലുമില്ലാതെ രക്ഷാപ്രവർത്തനവുമായി ഫയർഫോഴ്സ് ടീം. വെള്ളപ്പൊക്കം മാത്രമല്ല, തീയണയ്ക്കാനും ഓടിയെത്തുന്നു ഇവർ. പത്തനംതിട്ടയിൽ നിന്നുള്ള സേനാംഗങ്ങൾക്ക് പുറമെ തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, ആലപ്പുഴ, പാലക്കാട് ജില്ലകളിൽ നിന്നുമായി അഗ്നിരക്ഷാ സേനയുടെ 160 ജീവനക്കാരും 75 സിവിൽ ഡിഫൻസ് അംഗങ്ങളും ജില്ലയിലെ വെള്ളപ്പൊക്ക രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി പത്തനംതിട്ടയിൽ നിന്നുള്ള സേനാംഗങ്ങൾക്ക് പുറമെ തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, ആലപ്പുഴ, പാലക്കാട് ജില്ലകളിൽ നിന്നുമായി അഗ്നിരക്ഷാ സേനയുടെ 160 ജീവനക്കാരും 75 സിവിൽ ഡിഫൻസ് അംഗങ്ങളും ജില്ലയിലെ വെള്ളപ്പൊക്ക രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി 12 റബ്ബർ ബോട്ടുകൾ രക്ഷാപ്രവർത്തനത്തിന് ഉപയോഗിച്ചു. പത്തനംതിട്ട ജില്ലാ ഫയർ ഓഫീസർ വിശി വിശ്വനാഥിന്റെ നേതൃത്വത്തിൽ 4 മേഖലകളായി തിരിച്ചാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത്. റാന്നി, കോഴഞ്ചേരി, മല്ലപ്പള്ളി, തിരുവല്ല താലൂക്കുകളിലെ വെള്ളം കയറിയ പ്രദേശങ്ങളിലെ ദുഷ്കരമായ സാഹചര്യങ്ങളിൽ നിന്നും ആളുകളെ ഒഴിപ്പിക്കുക എന്ന ശ്രമകരമായ ദൗത്യമാണ് അഗ്നിരക്ഷാസേന നിർവഹിച്ചത്. അഗ്നിരക്ഷാസേനയുടെ സമീപകാലത്തെ ഏറ്റവും മികച്ച പ്രവർത്തനങ്ങളിലൊന്നാണ് ഈ വെള്ളപ്പൊക്കത്തിൽ പത്തനംതിട്ടയിൽ നടത്തിയത്. വിവിധ ജില്ലകളിൽ നിന്നും എത്തിയ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാർ വിശ്രമം പോലുമില്ലാതെയാണ് തുടർച്ചയായി 3 ദിവസമായി ജില്ലയിലെ വിവിധ മേഖലകളിൽ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത്. ആളുകളെ സുരക്ഷിതമായി ഒഴിപ്പിക്കുന്നതിന് പുറമെ വെള്ളത്തിലകപ്പെട്ട 60ഓളം വളർത്തുമൃഗങ്ങളെയും സേന രക്ഷപ്പെടുത്തുകയുണ്ടായി. ഇതിനു പുറമെ ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് കെട്ടിടങ്ങളിൽ കുടുങ്ങിക്കിടന്ന ആളുകൾക്കും ദുരിതാശ്വാസ ക്യാമ്പുകളിലും ഉള്ളവർക്ക് ഭക്ഷണവും വെള്ളവും മരുന്നും എത്തിച്ചു നൽകുന്ന പ്രവൃത്തിയും അഗ്നിരക്ഷാസേനയുടെ ജീവനക്കാർ ഏറ്റെടുക്കുകയുണ്ടായി. വെള്ളപ്പൊക്ക സ്ഥലത്ത് മാത്രമല്ല, തീ പിടിക്കുന്നിടത്തും ഓടിയെത്തുന്നു ഇവർ. മലയാളപ്പുഴ തലച്ചിറ മാപ്പിള വീട്ടിൽ അലക്സ് മാത്യുവിൻ്റെ വീടിനോട് ചേർന്നുള്ള വിറകുപുരയ്ക്ക് തീ പിടിക്കുകയും ഉടൻ തന്നെ വിവരമറിഞ്ഞ പത്തനംതിട്ടയിൽ നിന്ന് 2 യൂണിറ്റ് ഫയർ എഞ്ചിൻ സ്ഥലത്തെത്തി വെള്ളം പമ്പ് ചെയ്ത് തീ അണയ്ക്കുകയുമായിരുന്നു. ഉടൻ തന്നെ തീ അണച്ചതിനാൽ സമീപത്തെ വീട്ടിലേക്ക് പടർന്നില്ല. കുഞ്ഞുമായിട്ട് ഇങ്ങോട്ട് വരുന്നു സാറേ. ഇവിടെ 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 അല്പം ബാക്കിലോട്ട് എടുക്കണേ. കയറിക്കോ കയറിക്കോ. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക. നിങ്ങൾ രാജകീയമാക്കിയ 30 വർഷങ്ങൾ ഇനി ഈ ഓണവും രാജകീയമാക്കാം. രാജകുമാരി ഗ്രൂപ്പിന്റെ 3 കോടി രൂപയുടെ ഓണസമ്മാനങ്ങൾ. 1ാം സമ്മാനം മഹീന്ദ്ര താർ റോക്സ്, കൂടാതെ 10 പേർക്ക് എൻടോക് സ്കൂട്ടറുകൾ, സ്വർണ്ണാഭരണങ്ങൾ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി വമ്പൻ സമ്മാനങ്ങൾ. ഇന്ന് തന്നെ രാജകുമാരി ഗ്രൂപ്പ് ഷോറൂമുകൾ സന്ദർശിക്കൂ. ഈ ഓണം രാജകീയമായി ആഘോഷിക്കൂ.